നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി CPM-ന് ഇപ്പോഴും അംഗീകരിക്കാനായിട്ടില്ല. കാരണം അപ്രതീക്ഷിതമായിരുന്നു ഇത്രയും ഞെട്ടിക്കുന്ന തോൽവി. UDF വമ്പൻ ജയം നേടിയെന്നു മാത്രമല്ല, അധികാരത്തിൽ വന്ന് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ മികച്ച ഭരണമാണ് കാഴ്ചവെക്കുന്നത്. ജനകീയ ഭരണമായി VD സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മാറിയിരിക്കുന്നു. അത് CPM-നെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. UDF ഭരണത്തിൽ വന്നതു മുതൽ അവർക്കുമേൽ കുതിര കയറാനുള്ള അവസരങ്ങൾ നോക്കി നടക്കുകയാണ് CPM നേതാക്കൾ. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വിമർശനം. തോറ്റ മുൻ മന്ത്രിമാർ ഉൾപ്പെടെ പടവാളെടുത്ത് നിൽക്കുകയാണ് സർക്കാരിനെതിരെ. ഇപ്പോൾ സർക്കാരിനെതിരെ ആയുധമാക്കാൻ എന്തോ എന്ന് കിട്ടിയ സന്തോഷത്തിലാണ് CPM-ഉം പ്രതിപക്ഷവും. അത് ഭരണപക്ഷത്തെ 2 MLA-മാരുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ചാണ്. 2 MLA-മാരുടെ സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് CPM നീക്കം. ആലുവ MLA അൻവർ സാദത്ത്, പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ എന്നിവരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നാണ് CPM-ന്റെ ആവശ്യം. ആലുവ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായ അൻവർ സാദത്ത് സത്യവാചകം ചൊല്ലി അവസാനിപ്പിച്ചതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട ആലുവക്കാർക്കുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് CPM തെറ്റായി ചൂണ്ടിക്കാട്ടുന്നത്. പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണനോട് CPM-ന് ഇപ്പോഴുള്ള അരിശം പറയേണ്ട കാര്യമില്ല. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നതു മുതൽ CPM-ന്റെ കണ്ണിലെ കരടാണ് കുഞ്ഞികൃഷ്ണൻ. തെരഞ്ഞെടുപ്പിനിടെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. തങ്ങളുടെ പൊന്നാപുരം കോട്ടയിൽ സ്വതന്ത്രനായി നിന്ന UDF പിന്തുണയോടെ ജയിച്ചു കയറിയ കുഞ്ഞികൃഷ്ണനെയും CPM ലക്ഷ്യം വെക്കുന്നുണ്ട്. കുഞ്ഞികൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രോടേം സ്പീക്കറായിരുന്ന G സുധാകരൻ ചെയറിലുണ്ടായിരുന്നില്ല എന്നതാണ് ചട്ടലംഘനമായി ഉയർത്തുന്നത്. പ്രോടേം സ്പീക്കർക്ക് മുമ്പാകെയാണ് MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അതിനാൽ പ്രോടേം സ്പീക്കറുടെ അസാന്നിധ്യത്തിലുള്ള സത്യപ്രതിജ്ഞയ്ക്ക് സാധുതയില്ലെന്നാണ് വാദം. ഇവരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് CPM. പരാതിയിൽ സ്പീക്കറുടെ തീരുമാനമാണ് നിർണായകം. ഈ മാസം 29-നാണ് സഭാ സമ്മേളനം തുടങ്ങുന്നത്. പുതിയ സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തോടെയാണ് തുടക്കം. വിഷൻ 2031 ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും നയങ്ങളും അതിലുണ്ടാകും. കൂടാതെ കേരളം കാത്തിരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ്റെ ആദ്യ ബജറ്റ് ജൂൺ 5-ന് അവതരിപ്പിക്കും. ഇതിൻ്റെയൊക്കെ ശോഭ കെടുത്തുക എന്നതാകും CPM-ന്റെയും പ്രതിപക്ഷത്തിൻ്റെയും ലക്ഷ്യം എന്നതിൽ സംശയമില്ല.